നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇത് ശരി ഷോർട്ട് അനാലിസിസ് ആണ്, തിരക്കുണ്ട്, ടൈമില്ല, അതുകൊണ്ടാണ്. സോ നിഫ്റ്റി അനാലിസിസ് ഫാസ്റ്റ് നമുക്ക് കിടക്കാം. ഷെയർ ആൻഡ് ലെവൽസ്, ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്, ലേൺ ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി ബുളിഷ്, നല്ല ബുളിഷാണ്, കുഴപ്പമൊന്നുമില്ല. തേർഡ് വേവിലാണ് എൻറ്റേർഡ് അയക്കുന്നത്. ആൻഡ് ഇന്നലത്തെ ഞാൻ ഒരു റെസിസ്റ്റൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോപ്പർലി ലെവലാണത്. അതിൻ്റെ അബവാണ് പ്രൈസ് ഓപ്പൺ ആയത്. റീസൺ നല്ലൊരു ബുള്ളിഷ് ന്യൂസസ് മാർക്കറ്റിൽ ഓൺഗോയിങ് ആണ്. സോ എല്ലാവരും ആ ഒരു ബേസിസ് ശ്രദ്ധിച്ച് ചെയ്യാൻ ട്രേഡ്. കാരണം വെച്ചാൽ ഇലക്ഷൻ ന്യൂസ് ഒത്തിരി ഫ്ലോ ഉണ്ട്. സോ ഈ ഒരു നല്ല ഹ്യൂജ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയിട്ട് എക്സാക്ട്ലി പിൻ പോയിൻ്റാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, പിൻ പോയിന്റ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തായിരുന്നു. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ച് പ്രൈസ് ബുള്ളിഷ് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി റെസിസ്റ്റൻസ് കൊടുത്തായിരുന്നു, ഒത്തിരി ഡേറ്റ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായിരുന്നു, ദാറ്റ് മീൻസ് അനദർ ഷോർട്ട് കവറിങ് വരും. ഇനി നെക്സ്റ്റ് എന്താണ്, എനിക്കൊന്നും പറയാനുമില്ല. വേഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റെഗുലർ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് തൊട്ട് നന്നായിട്ട് അറിയാം. തേർഡ് വേവിലാണെങ്കിൽ പ്രൈസ് എന്തായാലും ഗ്യാപ്പ് അപ്പ് തന്നെ തരുള്ളൂ. അതാണ് ആ ഒരു ഗ്യാപ്പ് അപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇനി ഇത് ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ കണ്ട റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാം. സോ ഇത് ജെന്വൻ ഇനി നമ്മുടെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല, റൈറ്റ്? ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തില്ല മാർക്കറ്റ്. സോ നാളത്തേക്ക് മേജർ സപ്പോർട്ട് ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ഗ്യാപ്പ്. ഓക്കെ, തേർഡ് വേവിൻ്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഏതാണ്? തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഡിഗ്രി ഫോൾ മാത്രം, റൈറ്റ്? ഇപ്പോൾ തേർഡ് വേവിലാണെങ്കിൽ 4, 5th, ദെൻ ഡിഗ്രി ഫോൾ വരുമ്പോൾ മാത്രമേ തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഫിൽ ചെയ്യാറുള്ളൂ. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. സോ നാളത്തേക്ക് മേജർ സപ്പോർട്ട് ഏരിയ ആണ് നമ്മുടെ ഫസ്റ്റ്. ഇത് തന്നെ ഞാൻ പറയുള്ളൂ, 25,780 ഇന്നത്തെ ലോ. ഓക്കെ, ഇന്നത്തെ ലോ കട്ട സപ്പോർട്ടാണ് നാളത്തേക്ക്. ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബിലോ റെഗുലർ പ്രൈസ് ഫോൾ ചെയ്യുകയാണെങ്കിൽ സോ ഈ സപ്പോർട്ട് ഇതും ഫില്ല് ചെയ്യും. പിന്നെ ഫോർ ദ ഡൗൺ സൈഡ് മേ ബി കാണാം, ബട്ട് അത് പിന്നെ തേർഡ് വേവിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അത്രയ്ക്ക് പവർഫുള്ളാണ് തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് അപ്പ്. തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് എപ്പോഴും അത്രയും പവർഫുൾ ഉണ്ടാവും. സോ ഇന്നത്തെ ഈ ലോഡ് ബിലോ നാളെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് പോവുകയാണെങ്കിൽ സോ താഴേക്കും വരും. താഴെ വന്നിട്ട് പിന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഒരു ഇത്. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതാണ്? നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് ഇവിടുന്ന് ഫുൾ ഏരിയ, അവിടെ ഫുള്ള് താഴെ വരുന്ന നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 81.20%. അത് ഓൾറെഡി മാർക്കാണ്. അത് ശ്രദ്ധിക്കാൻ. നാളത്തേക്ക് 956. ഇൻ കേസ് നാളെ അവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇൻ കേസ് ഡയറക്റ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സോ താഴേക്ക് പിന്നെ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കാനാണെങ്കിൽ പ്രൈസ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ABC സ്ട്രക്ചറിലാണ് താഴേക്ക് വരുന്നത്. അത് കംപ്ലീറ്റ് ആവാതെ പ്രൈസ് ഫർദർ അപ്സൈഡ് കാണിക്കാൻ ചാൻസസ് കുറവാണ്. ഡയറക്റ്റ്ലി ഓപ്പൺ ആയാൽ അത് ചിലപ്പോൾ വീക്ക് സൈൻ ആവാം. ഓക്കെ, എനിക്ക് എത്ര ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് പോകാം. ബാങ്ക് നിഫ്റ്റി ഇത് പെർഫെക്റ്റ്ലി അതിൻ്റെ ബ്രേക്ക് ഔട്ടായി, ബട്ട് ഓപ്പൺ ഈസിക്കൽ ടു ഹൈ ആണ്. റെസിസ്റ്റൻസ് അങ്ങനെ തന്നെ. ബാങ്ക് നിഫ്റ്റി നമുക്ക് പറയാനുള്ളത് സപ്പോർട്ട്സ്, റൈറ്റ്? സപ്പോർട്ട് ഇനി വരുന്നത് ഈ വേവിൻ്റെ ഹൈ, ഇവിടെ ഫസ്റ്റ് വേവ് ഇതാണെങ്കിൽ അതിൻ്റെ ഹൈ, ഇതാണ് ഇപ്പോൾ സപ്പോർട്ട്. അത് ബ്രേക്കിംഗ് ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലോ ആണ് ഫോർദർ മേ ബി ഇവിടെ വരെ ഇതാണ്. ഓക്കെ, സോ ഇതാണ് രണ്ട് സപ്പോർട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻ കേസ് ഫോർത്തിൻ്റെ ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഫ്രം ഈ ലോ ടു ആ ഒരു ഹൈ. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, എന്താണ് നെക്സ്റ്റ് സപ്പോർട്ട്സൊക്കെ വരുന്നത്? നമ്മുടെ ഇന്നത്തെ ലോ ഒരു സപ്പോർട്ടാണ്. ദെൻ 38.20% ആൻഡ് 50%. ഇതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. ഇൻ കേസ് ഫോർത്തിൻ്റെ ഫോൾ ആണെങ്കിൽ 1, 2, 3 ഫോർത്തിൻ്റെ ഫോൾ ആണെങ്കിൽ അതാണ്. ഓക്കെ, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ ഫോർത്ത്. ഓക്കെ, സെൻസെക്സിൽ വരാം വേഗം. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്തൊന്ന് പറയാൻ. നെക്സ്റ്റ് സപ്പോർട്ട് എക്സാക്ട്ലി അത് തന്നെ, ഗ്യാപ്പ് സപ്പോർട്ടാണ്. മറക്കേണ്ട ഇത് റൂൾ തന്നെയാണ്. ഇല്ലിറ്റ് വേവ് തിയറിയുടെ റെഗുലർ വ്യൂവേഴ്സ് പ്ലീസ് ശ്രദ്ധിക്കുക. ആൻഡ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോ കാണുന്ന അപ്പോഴേ അത് പിടി കിട്ടുള്ളൂ എന്താണത്, റൈറ്റ്? അതിൻ്റെ പവർ എന്താണ് നമുക്കത് പിന്നെ അറിയുള്ളൂ, ഇപ്പോൾ ഈസി അറിയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ അത് ഇൻറ്റേർണൽ മൂവ്സിന് അത് അത്രയ്ക്ക് പവർ ഉണ്ടാവാറില്ല, റൈറ്റ്? ജെന്വൻ തേർഡ് വേവിൻ്റെ ഗ്യാപ്പാണ്. ഇൻ കേസ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ഇൻ കേസ് നാളെ ഇത് ഫില്ല് ചെയ്തു എന്ന് പറയും. പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിലുണ്ടല്ലോ, പിന്നെ അത് വീക്ക് സൈനാണ്. മുകളിലേക്ക് അത്രയ്ക്ക് പവർ ഉണ്ടാവില്ല. ഫോർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. അതാണ്. അത് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നാളെ എന്താ നടക്കണമെന്ന് നോക്കിയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ് സർക്കിൾ ഓൺ ഗോയിങ് ആണ്, ബുള്ളിഷാണ്. എനിക്ക് ഒന്നും പറയാനില്ല.
13,900 വരെ പ്രൈസ് മുകളിൽ പോയി കിടക്കുന്നു. സോ ഇനി സ്റ്റിൽ ബുള്ളിഷാണ്, നോ വീക്ക്നെസ് അതിനൊന്നുമില്ല. അതിൻ്റെ ഈ ഒരു ഇതാണ് സപ്പോർട്ട്. അതാണ് ഞാൻ അന്നേ ഇവിടെ പറഞ്ഞായിരുന്നു. ഇൻ കേസ് ഇവിടെ 81.20% ബ്രേക്ക് ആണെങ്കിൽ അത് പിന്നെ പ്രൈസ് ഫർദർ ബുള്ളിഷ്നെസ് കാണിക്കും. അതാണ് അന്ന് ഞാൻ അത് പറഞ്ഞത്. സോ എന്തായാലും നോക്കിയിട്ട് എല്ലാവരും കൂടി ട്രേഡ് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, സോ വേറെ ഇതിനകത്ത് എല്ലാ മാർക്കറ്റ് സീൻ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക. താങ്ക് യു സോ മച്ച്.